പിണറായി വിജയൻ നടത്തിയ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് താരമായി മാറിയത് ഭീമൻ രഘുവാണ്. അദ്ദേഹം അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, അയ്യപ്പനെ കുറിച്ച് ചോദിക്കൂ, അയ്യപ്പൻ ജനിച്ചതിനെ കുറിച്ച് ചോദിക്കൂ, ഞാൻ എല്ലാം പറയാം. അപ്പോൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ചും അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നു. പിന്നെ ആരാ ഭീമൻ? കാരണം ഈ ആഗോള സംഗമം മാത്രമല്ല, പുരാണ സംഗമം കൂടെ. പുരാണത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് ഒരു കഥാപാത്രം ഭീമൻ. ഭീമൻ തന്നെ ഗതയുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഭീമൻ തന്നെ നേരിട്ട് അവിടെ എത്തി സംഗമത്തിൽ. ഇതിപ്പോൾ ഒരു വിജയമുണ്ടോ? മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ തൊഴുതു വണങ്ങിക്കൊണ്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്ന ആ കാഴ്ച, പരമഭക്തനായ ഭീമൻ്റെ ആ കാഴ്ച ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്കൊക്കെ നേരിട്ട് കാണാൻ സാധ്യമായ ഒരു കാര്യം. എന്ന് പറയുന്ന പോലെ സന്നിധാനത്ത് പോകണ്ട, പുരാണത്തിലെ കഥാപാത്രം ഭീമനെയൊക്കെ നമ്മൾ കെട്ടി എഴുന്നള്ളിക്കുന്നതാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുമൊക്കെ. എന്ന് പറയുന്ന പോലെ സന്നിധാനത്ത് നേരിട്ടിങ്ങ് ആഗതനായി എന്നിട്ട് പറയുക, അരുൾപ്പാട് ചെയ്യുകയാണ്. അയ്യോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. പന്തളം കൊട്ടാരത്തെക്കുറിച്ച്, പന്തളത്തെ രാജകുമാരനെക്കുറിച്ച്, മണികണ്ഠനെക്കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ സർവജ്ഞനായിട്ട് അദ്ദേഹം ഇതും പ്രവചിക്കുമോ? എങ്ങോട്ട് പോയി? അത് മാത്രം ചോദിക്കരുത്. അത് റൊമാനിയയുടെ കാര്യം മാത്രം നമ്മൾ ചർച്ച ചെയ്ത് ബാക്കി താത്വികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സമൂർത്തമായിട്ടും അമൂർത്തമായിട്ടും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. പരമഭക്തനായ ആളാണ് അദ്ദേഹമാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ കുറച്ച് കാണരുത്. ആ പുള്ളിക്കാരന് വന്നിട്ട് ഈ കാര്യങ്ങൾ പന്തളം കൊട്ടാരത്തേക്ക് അതുവരെ ആർക്കും അറിയില്ലാത്ത കാര്യങ്ങളും ഒക്കെ വിളിച്ചു പറയും. അങ്ങനെ ഒരു മനുഷ്യനാണ്. അല്ല, ഈ പിണറായി വിജയന്റെ വിജയം ഇതാണല്ലേ, അദ്ദേഹത്തെ പുകഴ്ത്താനായി ഇത്തരം ചില ടീമുകളുണ്ട്. കാരണഭൂതൻ എന്ന് വിളിക്കാൻ, സൂര്യൻ എന്ന് വിളിക്കാൻ, എണീച്ച് നിന്ന് സാറ് പറഞ്ഞതല്ല ഭീമന്റെ എണീച്ച് നിന്ന് ബഹുമാനിക്കാൻ, ഇത്തരം കേസുകളിൽ പ്രതിയായാൽ പോലും അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല. അല്ല, പുകഴ്ത്താതിരുന്ന വിവരം അറിയും. ജി സുധാകരൻ്റെ, വി എസ് അച്യുതാനന്ദൻ്റെ, പി കെ ഗുരുദാസൻ്റെ ഒക്കെ ഗതിയിലോട്ട് പോകും ആൾക്കാർ. പിന്നെ ആരെങ്കിലും അത് ഓപ്റ്റ് ചെയ്യൂ? പുകഴ്ത്തിക്കൊണ്ടേ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. പാർട്ടി സെക്രട്ടറി പോലും സൂര്യനാണ്, ദൈവമാണ് എന്നൊക്കെ പറഞ്ഞാണ്, ഒരു തടസ്സവും അങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞാണ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. മത്സരമാണ് പുകഴ്ത്താൻ വേണ്ടിയിട്ട്. അർക്കനായിട്ടാണ് അവതരിപ്പിക്കുന്നത്, കനലായിട്ടും തരിയായിട്ട്. എനിക്ക് വയ്യ. ഈ നമ്മുടെ മലയാള മഹാനിഘണ്ടുവിലുള്ള സകല ധനാത്മകമായ വാക്കുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുകഴ്ത്തലാണ് വൈത്താരിയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വിവരമറിയും, ഒതുക്കിക്കളയും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ആളെ ബ്രാഞ്ച് തലത്തിലോട്ട് ഒതുക്കിക്കളയും, ദേശീയ തലത്തിലിരിക്കുന്ന ആളിലെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് നടത്തിക്കളയും. അതൊക്കെ നടക്കും. അതൊക്കെ വളരെ വിദഗ്ധമായിട്ട് നടക്കും, ആസൂത്രണം ചെയ്ത്. ആരാ മോൻ? അപ്പം അതുകൊണ്ട് പുകഴ്ത്തിയില്ലെങ്കിൽ വലിയ കുഴപ്പങ്ങൾക്കിടയാവും. ഇപ്പോൾ നമ്മൾ ശബരിമലയെക്കുറിച്ച് പറയും, ശബരിമലയെക്കുറിച്ച് മാത്രം പക്ഷെ പുള്ളിക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പന്തളം കൊട്ടാരമൊക്കെ അദ്ദേഹത്തിന് അതിൻ്റെ ചരിത്രവും ഐതിഹ്യവും എല്ലാം സകല സഞ്ചരിക്കുന്ന നിഘണ്ടുവായിട്ടുള്ള, സഞ്ചരിക്കുന്ന മഹാവിജ്ഞാനകോശമായിട്ടുള്ള ഭീമൻ രഘുവിന് നമുക്കങ്ങ് വിട്ടുകൊടുക്കാം. ഭീമനോട് നമുക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ, തോറ്റുപോകും, ഗത കൊണ്ട് അടിച്ചു കളയും. അതുകൊണ്ട് അതങ്ങ് വിടാം. നമുക്ക് അറിയാവുന്ന നമുക്കറിയാം സന്നിധാനത്ത് ധാരാളം കഴുതകളുണ്ടെന്ന്. പക്ഷെ നമ്മൾ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ദേവസ്വം ബോർഡിൽ ഉള്ളത് മുഴുവൻ കഴുതകളാണ്. അവിടെയും കഴുതകളുണ്ട്. കുറെ കഴുതകൾ ഇരുന്നുകൊണ്ടാണ് ഇതിൻ്റെ ഭരണം നടത്തുന്നതെന്നോ. ദേവസ്വം ബോർഡ് മന്ത്രിമാരും കഴിഞ്ഞ 1998 സെപ്റ്റംബർ മുതൽ കഴുതകളായിരുന്നെന്ന്. വിജയ് മാല്യ എന്ന് പറയുന്ന അയാളെന്തുമായിക്കോട്ടെ, വ്യവസായം എന്തുമായിക്കോട്ടെ, ശബരിമലയ്ക്ക് സ്വർണം തന്നെയാണ്. വിജയ് മാല്യ കള്ളനായിരിക്കാം, പക്ഷെ സ്വർണത്തിന് കള്ളമാവാൻ പറ്റില്ല. സ്വർണം സത്യമാണ്, അത് കള്ളമല്ല. സ്വിറ്റ്സർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കള്ളവുമില്ലാത്ത സ്വർണം, 24 ക്യാരറ്റ് സ്വർണം. അതിൽ പരം ശുദ്ധമായൊരു സ്വർണമില്ല, അതിൽ പരം സത്യമായൊരു സ്വർണമില്ല. അത് അവിടെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് അദ്ദേഹം അർപ്പിച്ചു. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ കോടതികളുണ്ട്, പോലീസുണ്ട്. അതവിടെ നടക്കട്ടെ. രണ്ടും രണ്ടായിട്ട് കാണുക. സ്വർണത്തിൽ വിജയമല്യ തൊട്ടതുകൊണ്ട് സ്വർണം പാപമായി തീരുന്നില്ല, അശുദ്ധമായി തീരുന്നില്ല. അശുദ്ധമായ സ്വർണം അവിടെ 30 കിലോയിലധികം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അതിലിപ്പോൾ വളരെ സ്പഷ്ടമായിട്ട് എത്ര കിലോ പോയിട്ടുണ്ടെന്ന് അറിയത്തില്ല. 4.5 കിലോ സ്വർണമാണ് മോഷണം പോയിരിക്കുന്നത്. 4.5 കിലോ സ്വർണം. ഇതിൻ്റെ ആളാരാണ്? ഈ സ്വർണം പൂശിയ ദ്വാരപാലകന്മാരെയും വാതിൽപ്പാളിയും അടിച്ചു കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്ത് അവിടെയാണ് വ്യാജം വരുന്നത്. സ്വർണത്തിൽ വ്യാജമില്ല, പക്ഷേ ദ്വാരപാലകരിലും വ്യാജമില്ല, വാതിൽപ്പാളിയിലും വ്യാജമില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ കീഴ്ശാന്തിയുടെ പരികർമ്മി തൊട്ട് കഴിഞ്ഞപ്പോൾ മുതൽ ഇത് വ്യാജമായി. കാരണം എന്താണ്? അയാൾ തന്നെ ഒരു വ്യാജനാണ്, ഫ്രോഡ്. ആ ഫ്രോഡിനെ ബഹുമാനിച്ചു അദ്ദേഹത്തിനോടൊപ്പം സെൽഫി എടുത്തും അഭിരമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുതൽ താഴോട്ട് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ വരെ.
അവരായിരുന്നു അവർക്ക് ദൈവം. അവിടുത്തെ സനാതനധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ശബരിമല ശാസ്താവായിരുന്നില്ല ഒരു ഇടതുപക്ഷ ദേവസ്വം ബോർഡ് മന്ത്രിയുടെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ദൈവം അവരുടെ പോറ്റി എന്ന് പറയുന്നത് സാക്ഷാൽ ഉണ്ണികൃഷ്ണനായിരുന്നു. ഗുരുവായൂരെ ഉണ്ണികൃഷ്ണൻ അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന നമ്പർ 1 ഫ്രോഡ്. ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിന് വേണ്ടി അന്വേഷണം നടത്തി ഹൈക്കോടതിയുടെ SIT പ്രത്യേക അന്വേഷണ സംഘം എടുത്ത കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളൻ, കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ട് അതിനുള്ളിൽ പ്രവേശിച്ച് അല്ല, സാറ് പറയുന്നതിൽ തെറ്റില്ലേ? അയാൾ മാത്രമാണോ കള്ളൻ? അല്ല, ആ കള്ളനെ ഉപയോഗിച്ചു ഇവരെന്താ ശ്രീകോവിലിൽ ഇപ്പോൾ കാണുന്ന കാഴ്ച എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹമാണോ അവിടെ നിന്ന് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് സ്വർണ്ണത്തെ ചെമ്പാക്കി മാറ്റിയോ? അതിൽ എല്ലാവർക്കും പങ്കുണ്ടല്ലോ, സർക്കാരിന് പങ്കുണ്ട്, ദേവസ്വം ബോർഡിന് പങ്കുണ്ട്. തീർച്ചയായിട്ടും പങ്കുണ്ട്. ആ പങ്കാണ് അതാ ഞാൻ പറഞ്ഞത്. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, അവര് പറയുന്നു ഞങ്ങൾക്ക് ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ അവിടെ ഭരണം നടത്തുന്നവരെയാണ് ഞാൻ ആദ്യം കഴുതകൾ എന്ന് വിളിച്ചത്. കഴുതകളല്ല, കുറുക്കന്മാരാണ്. കാരണം തങ്ങളുടെ കൈ കൊണ്ട് തൊടാതെ, തങ്ങളുടെ കൈ നനയാതെ, തങ്ങളുടെ കൈകൾ ശുദ്ധമാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ മുതൽ, അതിൻ്റെ വിഹിതം, അതിൻ്റെ പങ്ക് തങ്ങളുടെ പേരിലാക്കുന്ന പ്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2015 വിജിലൻസ് കണ്ടുപിടിച്ചതാണ് ഇവരുടെ കള്ളത്തരം. ശ്രീജിത്തിന് അറിയുമോ? ഇത് മാത്രമല്ല കള്ളത്തിൻ്റെ ആവശ്യം. അവിടുത്തെ ഭണ്ഡാരത്തിൽ നിന്ന് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ പഞ്ചസാര 100 കിലോ വേണമെന്ന് പറയുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അയാളുടെ സംഘവും 500 കിലോ പഞ്ചസാര എടുത്തുകൊണ്ട് പോകും. 100 കിലോയ്ക്ക് 500 കിലോ തൂക്കിക്കൊണ്ടുപോയിട്ട് ഈ 100 കിലോയ്ക്ക് പകരം 50 കിലോ ഉപയോഗിക്കും. ആ 50 കിലോ ഉപയോഗിച്ചിട്ട് ബാക്കി 450 കിലോ പഞ്ചസാര അവരുടെ സ്റ്റോക്കിൽ വെക്കും. എന്നിട്ട് ഇത് വീണ്ടും ദേവസ്വം ബോർഡിന് വിൽക്കും, അമ്പലത്തിലേക്ക് വിറ്റും അതിൻ്റെ പൈസ വാങ്ങിക്കും. അതുപോലെ തന്നെ കദളിപ്പഴം എന്ന് പറയുന്നതാണ് പ്രത്യേകമായ പരിമളവും സ്വാദുമുള്ള പഴമാണ്. ചാലക്കമ്പോളത്തിൽ പോയി ഒരു പഴം വാങ്ങിക്കണമെങ്കിൽ 10 രൂപയ്ക്ക് കൂടുതലാവും. അതിന് പകരം അവർ 10 രൂപയ്ക്ക് 3 എണ്ണം കിട്ടുന്ന രസകദളിപ്പഴം അത് വാങ്ങിച്ചുകൊണ്ട് ചേർക്കും. കദളിപ്പഴം എന്ന് പറയുന്ന കദളിപ്പഴം ആവുകയില്ല ഒരിക്കലും. അവിടെ അങ്ങനെ കബളിപ്പിക്കല്, ശർക്കര, എല്ലാ കാര്യത്തിലും ഇത് നടക്കുന്നുണ്ട്. ഞാൻ ശ്രീജിത്തെ സംശയിക്കുന്നു, അവിടെയുള്ള അരവണ പായസത്തിൽ അവര് നെയ്ക്കു പകരം മൃഗക്കൊഴുപ്പാണോ ഉപയോഗിക്കുന്നത് പോലെ സംശയമുണ്ട്. ഇടക്കാലത്ത് ബാബു നായിഡു അയാൾ മിടുക്കനായ മുഖ്യമന്ത്രി ആയതുകൊണ്ട് കണ്ടുപിടിച്ചു. തിരുപ്പതിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ച് ഉടൻ തന്നെ ആക്ഷൻ എടുത്ത് ശുദ്ധമായ നെയ്യ് കൊണ്ട് മാത്രമേ ഉണ്ടാക്കാവൂ എന്ന് തിട്ടൂരം പുറപ്പെടുവിച്ചു. അതാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തേണ്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പരമപാവനമായി പവിത്ര സ്ഥാനം വരുന്നത്. അദ്ദേഹത്തിന് ഈ ആശയത്തോടും ശബരിമലയോടും ബഹുമാനം ഉണ്ടായതുകൊണ്ടല്ലോ ആഗോള സംഗമത്തിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതും. അതുപോലെ തന്നെ ശബരിമലയുടെ ഒരു മൊമെൻറ്റോ അദ്ദേഹം സ്വീകരിച്ചതുമൊക്കെ ആ ബഹുമാനം കാണിക്കേണ്ടത് അവിടെ സംഗമം നടത്താൻ വേണ്ടി ആയിരുന്നില്ല, അവിടുത്തെ തീവട്ടിക്കൊള്ള കണ്ടുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നതിനായിരുന്നു. അതാണ് കഴിവുള്ള ഒരു മുഖ്യമന്ത്രി, വിശ്വാസമുള്ള ഒരു മുഖ്യമന്ത്രി ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ അത് കമ്മ്യൂണിസത്തിലാണ്, അയ്യപ്പനിലല്ല. അയ്യപ്പൻ അദ്ദേഹം കാണുന്നത് അടുത്ത മുഖ്യമന്ത്രിയെ വിശ്വാസമുണ്ട്, ഭക്തജനങ്ങൾക്കല്ല ഭീമൻ രഘുവിന്. അതാണ് മുഖ്യമന്ത്രി കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നു, മറിച്ച് വിശ്വസിക്കുന്നത് ശബരിമല ശാസ്താവിലല്ല എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന് ഒരു ബഹുമാനമോ ഭക്തിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അയ്യപ്പൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, കദളിപ്പഴം എന്തിനാ, അദ്ദേഹത്തിന് രസകദളിപ്പഴം മതി എന്നുള്ള തീരുമാനത്തിലെടുത്ത് പഞ്ചാര എന്തിനധികം, ശർക്കര എന്തിനധികം, ഇതിലെല്ലാം ഭയങ്കരമായ വെട്ടിപ്പ്, തൂക്കത്തിൽ മാത്രമല്ല ഗുണനിലവാരത്തിലും വെട്ടിപ്പും കോംപ്രമൈസും നടത്തിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയധികം അരവണ പായസം അവിടെ കത്തിക്കേണ്ടി വന്ന് പ്രകൃതിയോട് വലിയൊരു ദ്രോഹം ചെയ്യേണ്ടി വന്നത്. അതും വ്യാജമായിരുന്നു. വ്യാജ കോൺട്രാക്റ്റുകൾ കൊള്ള ചെയ്യാനുള്ള ഒരു സങ്കേതമായിട്ട്, കൊള്ള സങ്കേതം മാത്രമായിട്ട് ശബരിമല മാറി. ഇത് മുന്നിൽ കണ്ടാണോ ഇനി 1953 കാഞ്ഞിരപ്പള്ളിയിലെ റിയൽ എസ്റ്റേറ്റ് ഉടമമാർ ശബരിമല ക്ഷേത്രം തീ വെച്ചിട്ടതെന്ന് എനിക്ക് സംശയമുണ്ട് ശ്രീജിത്ത്. അതുപോലെ സങ്കടകരവും ഭീകരവും ഭീവത്സവുമാണ് ശബരിമലയിൽ നടക്കുന്ന തീവട്ടിക്കൊള്ളകൾ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ കീഴിൽ നടന്നുകൊണ്ടിരുന്നത്. ഇക്കാര്യത്തിൽ
ആത്മാർത്ഥമായിട്ടുള്ളൊരു പയറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജി സുധാകരൻ മാത്രമാണ്. അത് ശബരിമലയുടെ കാര്യത്തിലല്ല, ഒരു ക്ഷേത്രത്തിൽ, ഏറ്റുമാനൂരോ അതുപോലൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് കണ്ട് അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളുമായിട്ട്, ഭാരവാഹികളുമായിട്ട് കടുത്ത പോരാട്ടം നടത്തി അത് അവസാനിപ്പിച്ചു. അഴിമതി, മരാമത്ത് മന്ത്രിയായിട്ടിരുന്ന അഴിമതിയില്ലാത്ത ഭരണം കൊണ്ട് കേരളത്തെ ഞെട്ടിപ്പിച്ച മന്ത്രിയാണ് ജി സുധാകരൻ. ഇവിടെയും അഴിമതി നടക്കുമ്പോൾ യാതൊരു ഭീതിയും പ്രീതിയും കൂടാതെ അതിനെ അടിച്ചമർത്താൻ കഴിഞ്ഞ ഏക CPM മന്ത്രി എന്ന് പറയുന്ന ജി സുധാകരനാണ്. അത് അദ്ദേഹം ചെയ്ത് അഴിമതിക്ക് കൂട്ടു നിൽക്കാതിരുന്നത് കൊണ്ടാണോ അദ്ദേഹത്തെ തരം താഴ്ത്തി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് മാറ്റിയത് എന്നെനിക്ക് സംശയമുണ്ട് ശ്രീജിത്തെ. ആ തരത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു, ദേവസ്വം ബോർഡിലെ ഒരു അംഗമായിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് വേറൊരു ഹിന്ദു മതത്തിൽ പെടാത്ത ഒരാളിനെ നിയമിച്ച് ദേവസ്വം ബോർഡ് പ്രതിനിധിയായിട്ട് വെച്ചതായി വാർത്ത വരുന്നത്. അത് പോട്ടെ, അതിൻ്റെ വർഗീയതകളിലേക്കൊന്നുമല്ല. പക്ഷേ ഈ ദൈവം എന്ന് പറയുന്നത് സർവമത ധർമ്മം പാലിക്കുന്ന, സർവമത സമന്വയത്തിൻ്റെ പ്രതീകമായിട്ടുള്ള, സർവമത സഹഭാവത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു ദൈവത്തെ അപമാനിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജാതി മത വിഭാഗങ്ങളെയും അത് വളരെ വേദനിപ്പിക്കുന്ന, വ്രണപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷൻ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമെല്ലാം. എന്നിട്ട് ആഗോള സംഗമം, എന്നിട്ട് VN വാസവൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രി, അദ്ദേഹം ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം ഇളക്കിക്കൊണ്ട് ഇപ്പോൾ വീണ്ടും പൂശാൻ വേണ്ടി പോയത്. എന്തിനു കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കണ്ടേ? 45 വർഷത്തെ ഗ്യാരണ്ടി തന്നിട്ടുള്ള സ്വർണം ഇളക്കിക്കൊണ്ട് പോവുക. ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ഇത്? അത് ചോദ്യം ചെയ്യപ്പെടാതെ കൊണ്ടുപോകാൻ അനുവദിച്ച് ഇളിച്ചും കൊണ്ടിരുന്നിട്ട് പറയാം ഞങ്ങൾ കോടതിയുടെ കൂടാന്ന്. നിങ്ങളെ ഞങ്ങൾ കോടതിയിലെ ജഡ്ജിമാരായിട്ടല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കക്കലും മുക്കലും എല്ലാം നിരീക്ഷിച്ച് അത് കണ്ടെത്തിക്കൊണ്ട് പ്രതികളെ പിടിച്ച് അപ്പം ജയിലിലിടാനുള്ള മന്ത്രിമാരായിട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞങ്ങൾ കോടതിയോടൊപ്പം നിൽക്കണ്ട. കോടതിയുടെ കാര്യം നോക്കി സാധാരണഗതിയിൽ പോലീസ് കണ്ടുപിടിച്ചിട്ട് പ്രതികളെ കോടതിയിൽ വിചാരണ ചെയ്യുകയാണ്. ഇവിടെ കോടതി തന്നെ പ്രതിയെ കണ്ടുപിടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിക്കുക. ഇതിലെല്ലാവർക്കും പങ്കുണ്ട്. ഇതിൽ ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രിക്കും, ഇപ്പോഴിരിക്കുന്ന മന്ത്രിക്കും, മറ്റേ നേരത്തെയുള്ള മന്ത്രിമാർക്ക് രാജിവെക്കാൻ പറ്റുമോ? 2019 മന്ത്രിക്ക് കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യമായ പങ്കുണ്ട്. അതാണ് മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് വിളിച്ചു വരുത്തിയത്. അങ്ങനെയുള്ള മന്ത്രിമാർക്ക് ഇനി രാജിവെക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിയെങ്കിലും ധാർമ്മികമായിട്ട് ആ പദവി ഉപയോഗിച്ച് രാജിവെച്ച് പോകണം. ഭക്ത മനസ്സുകളിലേറ്റ വ്രണത്തിന് അല്പമെങ്കിലും ആശ്വാസം ഉണ്ടാവാൻ അത് ആവശ്യമാണ്. ഇവരെന്താണ് വിചാരിച്ചിരിക്കുന്നത്? എന്ത് വ്യാജവും നടത്തിയിട്ട് ഞങ്ങൾ കോടതിയുടെ കൂടാന്ന് പറയാം. കോടതിയുടെ ഡ്യൂട്ടി നിർവഹിക്കും. നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വിശുദ്ധവും പരിശുദ്ധവും പരമപവിത്രവുമായ ഡ്യൂട്ടി ആ സ്ഥാനം ഒഴിയുക, പശ്ചാത്തപിക്കുക. അത് ചെയ്യണം മന്ത്രി VN വാസവൻ, ഇപ്പോഴത്തെ പ്രശാന്തും. അല്ലാതെ വാചമടിച്ചുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുകയല്ല ചെയ്യേണ്ടത്. ഉളുപ്പിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ. അതാണ് കേരളത്തിലെ ഭക്തലക്ഷങ്ങൾ, ഈ നിശബ്ദ ഭൂരിപക്ഷം ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വഴിയുണ്ട്. 1 വർഷത്തിനകം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇത് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്നത് അയ്യപ്പൻ അനുഭവിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.